CPI നേതൃത്വത്തിലെ ഭിന്നത നിർവാഹക സമിതിയിൽ മറനീക്കി പുറത്തുവന്നു. ജനയുഗത്തിൽ ലേഖനമെഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിനു ശേഷമെന്ന് എക്സിക്യൂട്ടീവിൽ പ്രകാശ് ബാബു. എന്നാൽ CPIക്ക് പാർട്ടി സെക്രട്ടറിയെ കൂടാതെ മറ്റു വക്താക്കൾ വേണ്ടെന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം. അതിനിടെ പ്രകാശ് ബാബുവിനെ പിന്തുണച്ചും ബിനോയ് വിശ്വത്തെ തള്ളിയും മന്ത്രി കെ രാജൻ രംഗത്തെത്തുകയും ചെയ്തു. പാർട്ടിയുടെ നിലപാട് ആര് പറഞ്ഞാലും അത് പാർട്ടി നിലപാട് തന്നെ എന്നുള്ളതാണ് കെ രാജന്റെ പ്രതികരണം. AK സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സ്റ്റെഫിൻ, കെ രാജന്റെ പ്രതികരണം ഒടുവിലാണ് വന്നത് ഈ വിഷയത്തിന്മേൽ. ബിനോയ് വിശ്വം പറഞ്ഞതിനെ തള്ളിക്കൊണ്ടാണ് ആർക്കും പാർട്ടിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടി ചുമതലയുള്ള ആളുകൾക്ക് നിലപാടുകൾ പറയാമെന്നുള്ളത്. ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം, അതിലൊക്കെ ഉന്നയിക്കുന്ന നിലപാട്, അതൊന്നും ശരിയായ രീതിയിലേക്ക് പോകാത്തത് അത് പാർട്ടിയിൽ CPIയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണോ? പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിർപ്പ് CPIക്ക് അകത്ത് ഉണ്ട് എന്നുള്ളതാണ്, ആ ഒരു മുറുമുറുപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ADGPയെ മാറ്റും, അല്ലെങ്കിൽ ഉടൻ തന്നെ ADGP ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് CPI ആണ്. പ്രത്യേകിച്ചും CPIയുടെ ഔദ്യോഗിക നിലപാടായിട്ട് തന്നെ ഇത് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷിനെയൊക്കെ തന്നെ അറിയിച്ചിരുന്നു. എന്നിട്ടും അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്കൊന്നും തന്നെ എത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും ആ കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കാനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞില്ല. എങ്കിലും ഇത്തരത്തിൽ ഇത് രാഷ്ട്രീയപരമായ ഒരു തീരുമാനമാണ് പാർട്ടിയും മുന്നണിയും എടുക്കേണ്ടത് എന്നൊരു വിമർശനം പ്രകാശ് ബാബു പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. ജനയുഗം പത്രത്തിലടക്കം ഇത് രേഖപ്പെടുത്തുകയും പരസ്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പരസ്യമായി ഒരു പ്രതികരണത്തിലേക്ക് സർക്കാരിനും മുന്നണിയുമൊന്നും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണത്തിലേക്കൊന്നും പോകരുത് എന്നുള്ളതാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ നിർവാഹക സമിതി യോഗത്തിൽ വ്യക്തമാക്കിയത്. അതിനെതിരെ രൂക്ഷമായ തോതിൽ ഉള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഏതായാലും പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പുറത്ത് വരുന്നത്. തീർച്ചയായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തേക്ക് വരിക തന്നെയാണുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ തീരുന്നില്ല, അതാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. കെ രാജന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളുടെ അഭിപ്രായത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളുടെ അഭിപ്രായം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താമസിയാതെ ഉണ്ടാകും. അല്ല, അതൊന്നും നമ്മളിപ്പോൾ പറയണ്ട. ഒരു ഡേറ്റ് തീരുമാനിച്ചാൽ അല്ലല്ലോ ഈ കാര്യങ്ങൾ. ഇതൊരു നിലപാടല്ലേ, ആ നിലപാടിൽ ഉറച്ചു നിന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരിക്കും. ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല. ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്.